PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിലെ PSC ബുള്ളറ്റിനിലെ പൊതുവിജ്ഞാന ദർപ്പണം എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവത്കരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി VP മേനോൻ. പാർലമെൻറ്റ് ഇൻഡീസൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസ്സാക്കിയ വർഷം 1986. പാലക്കാട് ശബരി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യർ. നിജാനന്ദ വിലാസം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1947 ഡിസംബർ 4. നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവത്കരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എത്രയോ തവണ PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. പാർലമെൻറ്റ് ഇൻഡീസൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസ്സാക്കിയ വർഷം 1986. പാലക്കാട് ശബരി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യർ. നിജാനന്ദ വിലാസം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത് 1947 ഡിസംബർ 4. ഇത് മിക്സഡ് GK ആണ്. PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവനാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവൻ. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയതാരാണ്? പോത്തേരി കുഞ്ഞമ്പു. സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത് പോത്തേരി കുഞ്ഞമ്പു ആണ്. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കിക്കൊണ്ടാണ് സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത് പോത്തേരി കുഞ്ഞമ്പു. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ്. ബദൽ നോവലാണ് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടലാണ്. ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് അസറ്റിക് ആസിഡ്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പാണ്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള ഭാഗം. ശ്രാവണ ബലഗോളയിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മസ്തകാഭിഷേകം. ബദൽ നോബൽ എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ്. ഭക്ഷണത്തിലടങ്ങിയ ജലാംശം ആഗിരണം ചെയ്യുന്നത് വൻകുടലാണ്. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പൗരത്വമാണ്. ശ്രാവണ ബലഗോളയിലെ പ്രസിദ്ധമായ ഉത്സവം ഏതാണ്? മസ്തകാഭിഷേകമാണ്. ഓക്കെ. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ പുസ്തകമാണ് സ്തോത്രമന്ദാരം. ബുദ്ധമത വിഹാരത്തിനുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനം ബീഹാർ. ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ മുജീബ് റഹ്മാനാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം കബഡി. ബ്യൂഫോർട്ട് സ്കെയിൽ എന്തളക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബ്യൂഫോർട്ട് സ്കെയിൽ കാറ്റിൻ്റെ വേഗത അളക്കാനുള്ള ഉപകരണമാണ് ബ്യൂഫോർട്ട് സ്കെയിൽ. പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് തെളിവ് നൽകിയതാരാണ്? എഡ്വിൻ ഹബിളാണ്. പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് തെളിവ് നൽകിയത് എഡ്വിൻ ഹബിൾ. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാർ. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു. 1946 മുതൽ 2016 വരെ ഭൂമിപാൽ അതുല്യ തേജ് രാജാവ് ഭരിച്ച ഏഷ്യൻ രാജ്യം തായ്ലാൻഡാണ്. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈ തുറമുഖത്താണ് 1946 നാവിക കലാപം ആരംഭിച്ചത്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തലാക്കിയ പദവി ഗവർണർ ജനറൽ.
അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കാവ്യശില്പം ഏതാണ്? ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി. അനസ്താസ്യയുടെ രക്തസാക്ഷ്യം രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അനസ്താസ്യയുടെ രക്തസാക്ഷ്യം ഏലിയാസ് ചാവറ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലം ഉണ്ടാകും? 45 ലിറ്റർ. മനുഷ്യൻ്റെ ത്വക്കിൻ്റെ ശരാശരി വിസ്തീർണം 20 ചതുരശ്ര അടി. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയലാണ്. മോൺട്രിയൽ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് MG രാമചന്ദ്രനാണ്. MG രാമചന്ദ്രനാണ് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത്. MGR. ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സാം പിട്രോഡയാണ്. ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ, സാം പിട്രോഡ. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷസ്ഥാനം വഹിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എവിടെയാണ്? വെല്ലൂരാണ്. ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗം, ജ്ഞാനമാർഗത്തിനായിരുന്നു ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയത്, ജ്ഞാനമാർഗം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ശ്രീലങ്കയുടെ പഴയ പേരാണ് സിലോൺ. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം AD 45. ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ എത്തിയത് AD 45. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസ്. ചാൾസ് വിൽക്കിൻസ് ആണ് ഇംഗ്ലീഷിലേക്ക് ഭഗവത്ഗീത തർജ്ജമ ചെയ്തത്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയ. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്നും നീലയാക്കുന്നു. ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കോസ്മിക് ഇയർ എന്നാണ്. ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്നത് കോസ്മിക് ഇയർ. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ആനന്ദ് ഗുജറാത്തിലാണ്. മിൽമയുടെ മിൽമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആനന്ദിലാണ്. 180 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ദിനരേഖ എന്നാണ്. അന്താരാഷ്ട്ര ദിനരേഖ. 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായ വർഷം 1957. ആകാശവാണിയായ വർഷം ഏതാണ്? 1957. 1936 മുതൽ എത്യോപ്യയുടെ ഭാഗമായിരുന്ന ഈ രാജ്യം 1933 സ്വതന്ത്രമായി. പേര് എറിത്രിയാണ്. 1993 സ്വതന്ത്രമായത്. 1955 മുമ്പ് SBIയുടെ പേരെന്തായിരുന്നു? ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു. ഇമ്പീരിയൽ ബാങ്ക് എന്നാണ് 1955 മുമ്പ് SBI അറിയപ്പെട്ടിരുന്നത്. ഇമ്പീരിയൽ ബാങ്ക്. PSC ബുള്ളറ്റിനിലെ GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസിൽ. ഇത് PSC ചോദിക്കാൻ വളരെ ചാൻസസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് മാസത്തിലെ PSC ബുള്ളറ്റിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണേ. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു. 1946 മുതൽ 2016 വരെ ഭൂമിപാൽ അതുല്യ തേജ് രാജാവ് ഭരിച്ച ഏഷ്യൻ രാജ്യം ഏതായിരുന്നു? തായ്ലാൻഡ്. നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈ.
1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തലാക്കിയ പദവി ഏതായിരുന്നു? ഗവർണർ ജനറൽ. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കാവ്യശില്പം ജാതിക്കുമ്മി. അനാസ്താസിയയുടെ രക്തസാക്ഷി രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലം ഉണ്ടാകും? 45 ലിറ്റർ. മനുഷ്യൻ്റെ ത്വക്കിൻ്റെ ശരാശരി വിസ്തീർണം 20 ചതുരശ്ര അടി. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? മോൺട്രിയലാണ്. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത് ഫ്രാൻസ് ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം. മൗസിൻ്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് എംഗൽബർട്ടാണ്. മണിമേഖല രചിച്ചത് സത്തനാറാണ്. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം യുറേനിയമാണ്. ഇതൊക്കെ മിക്സഡ് GK ആയതുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇതൊക്കെ റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നുകൂടി പഠിക്കുന്നത് കേട്ടോ. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയ ആ പേരിൽ തന്നെ ഉണ്ട്, മണ്ഡൽ. ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അനിത നായരാണ്. ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ്, അനിത നായർ. ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959 വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. യാത്രികർക്ക് പ്രിയപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്നത് ഫ്രാൻസ് ആണ്. യാർകുങ്സാങ്പോ നദി ഇന്ത്യയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര എന്ന പേരിലാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. യാർകുങ്സാങ്പോ നദി. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് മഞ്ചേശ്വരമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ആമുഖമാണ്, പ്രിയാമ്പിളാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ആമുഖം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി GK ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. PSC ബുള്ളറ്റിൻ മുഴുവനായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.